ഇറാൻ US സമാധാന കരാറിനെ തള്ളി ഇസ്രായേൽ മന്ത്രിമാർ. ട്രംപിന്റെ കരാറിൽ ഇസ്രായേൽ പങ്കാളിയല്ലെന്നും അമേരിക്കയുടെ കീഴിലല്ല തങ്ങളുള്ളതെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗിർ പറഞ്ഞു. തെക്കൻ ലെബനനിൽ നിന്നും ഇസ്രായേൽ പിന്മാറില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കി. ഇറാൻ US കരാറിൽ ലെബനനിലെ സൈനിക നടപടി പിൻവലിക്കുന്നതടക്കം ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രായേൽ മന്ത്രിമാർ കടുത്ത വിയോജിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നെതന്യാഹു മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങിയ ഓരോ തവണയും പലിശയോടെ രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ടെന്നും ബെൻഗിർ പറഞ്ഞു. ഓസ്ലോ ഉടമ്പടിയിൽ അതാണ് സംഭവിച്ചത്. 2006 ലെബനൻ കരാറിലും അത് ശരിയായിരുന്നു. ഗാസയിലെ എല്ലാ കാലഘട്ടത്തിലും അത് ശരിയായിരുന്നു. എല്ലായ്പ്പോഴും ഞങ്ങളുടെ മുഖത്ത് പൊട്ടിത്തെറിച്ചു. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഇസ്രായേലിലെ പൗരന്മാർ, IDF സൈനികർ, യഹൂദ ജനത എന്നിവരോട് ഞങ്ങളുടെ കടമ. യഹൂദർക്ക് സുരക്ഷ നൽകുന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. ഞങ്ങൾ അമേരിക്കയെ സ്നേഹിക്കുന്നു. പ്രസിഡന്റ് ട്രംപിനോട് നന്ദിയുണ്ട്. എന്നിരുന്നാലും ഇസ്രായേൽ ഒരു ബനാന റിപ്പബ്ലിക് അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ എല്ലായ്പ്പോഴും ഇക്കാര്യം ഓർമ്മപ്പെടുത്താറുണ്ടെന്നും ചരിത്രപരമായ തീരുമാനം എടുക്കണമെന്നും ദേശീയ സുരക്ഷാ മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയോട് എപ്പോഴും ഇക്കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ചരിത്ര സന്ധികളിലും അടച്ചിട്ട മുറികളിൽ അവ ആവർത്തിക്കാറുണ്ട്. ചരിത്ര നിമിഷങ്ങളിൽ ചരിത്രപരമായ തീരുമാനമെടുക്കണം. എന്റെ നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത ഈ കരാറിൽ ഞങ്ങൾ പങ്കാളികളല്ല. അത് ഞങ്ങളെ ഒരു തരത്തിലും ബാധ്യസ്ഥരാക്കുന്നില്ല. ഹിസ്ബുള്ളയെ നിരായുധരാക്കുന്നതിൽ കുറഞ്ഞ ഒന്നിനും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. ഞങ്ങളുടെ പോരാളികൾ പിടിച്ചെടുത്ത ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നീക്കം ചെയ്ത ഒരു പ്രദേശത്തു നിന്നും ഞങ്ങൾ പിന്മാറില്ല എന്നും ബെൻഗിർ പരസ്യ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശത്രുക്കൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അടിവാങ്ങി നിശബ്ദരായിരിക്കുന്ന യഹൂദരുടെ കാലം കഴിഞ്ഞു. ഇനി അതൊരിക്കലും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിൽ IDF അനിശ്ചിതകാലം തുടരുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായി ചേർന്ന് നയം രൂപീകരിച്ചതാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലകളിൽ നിന്നും പ്രാദേശിക താമസക്കാരെ ഒഴിപ്പിക്കും. ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള എല്ലാ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളും സഹായം ചെയ്യുന്ന ഗ്രാമങ്ങളും നശിപ്പിക്കുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ലെബനനിൽ നിന്നും ഇസ്രായേൽ പിന്മാറില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ട്രംപിനോടും മറ്റ് ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരോടും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങളിലോ പൗരന്മാരുടെ സംരക്ഷണത്തിലോ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല. സുരക്ഷാ മേഖലകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല. ലെബനനിലെ സംഭവങ്ങളുടെ പേരിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.